പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ പ്രോഡക്റ്റ് മേടിച്ചു. അപ്പം നിങ്ങൾക്ക് ചിലർക്ക് അറിയാവുന്നവരുണ്ടായിരിക്കും, അറിയാത്തവരുണ്ടായിരിക്കും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ ഞാൻ പറയുന്നൊരു വീഡിയോ ആണ്. ഇതാണ് സാധനം. ഇതിൻ്റെ പേരാണ് ആലം സ്റ്റോൺ. ആലം സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ബാക്ടീരിയൽ നാച്ചുറൽ സ്റ്റോൺ ആണ്. അപ്പം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആണ്. ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും, അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ. അപ്പം ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് തരാം. അപ്പം ഇത് നമ്മുടെ അങ്ങാടിക്കടയിൽ എന്നൊക്കെ പറയത്തില്ല, ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും ഇത്. അവിടുന്ന് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ പാക്കറ്റ് ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പാക്കറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 35 രൂപയാണ്. ഞാൻ മേടിച്ചപ്പം 35 രൂപ ആയതുകൊണ്ട് ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതാണ് സംഭവം. കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് മേടിച്ച് നോക്കുക. ഇത് വെറും ഒരു സ്റ്റോണാണ്. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പം ഞാനിത് മേടിച്ചത് നമ്മുടെ യൂട്യൂബിലൊരു വീഡിയോ ഷോർട്സ് കണ്ടിട്ടാണ്. പക്ഷെ ഞാൻ കണ്ടത് ഇങ്ങനത്തെ അല്ല, ഒരു വലിയ ഇതൊക്കെ അല്ലായിട്ടാണ് കണ്ടത് കേട്ടോ. സ്റ്റോണായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പം ഞാനത് ഇവിടുത്തെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ കടയിൽ ചെന്ന് ചോദിച്ചപ്പം അവരെനിക്ക് ഇതാണ് കേട്ടോ തന്നത്. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിൽ പലരും ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ യൂസാക്കി നോക്കി. ഇതെന്തിനാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വെറ്റ് ആവുന്നവർക്ക് പറ്റിയ ഒരു സാധനമാണിത് കേട്ടോ. സ്വെറ്റിംഗ് ഉള്ളവർക്ക് അടിപൊളി യൂസിനുള്ള സാധനമാണിത്. ഇതപ്പോൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്ത് കാണണം. അപ്പോൾ ഈ ആലം സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വെറ്റ് ആവുന്നവർക്ക് നമ്മൾ കുളിക്കുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യണം. നമ്മൾ സോപ്പൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ സാധനം വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു നനവ് ഇത് കൊടുക്കണം കേട്ടോ. ഇത് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അണ്ടർആംസ് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് സ്വെറ്റ് ആകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർഷൻസിലൊക്കെ ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. വെറുതെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കഴുത്തിൽ, നമ്മുടെ ഫേസിൽ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റബ്ബ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ സ്വെറ്റ് ചെയ്യത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്, സ്വെറ്റ് ചെയ്യും. പക്ഷേ സ്വെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള സ്മെല്ല് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കാണുമല്ലോ, അവർക്കിത് ഉപകാരപ്പെടും. എന്താ വെച്ചാൽ സ്വെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സ്മെല്ല് വരിക സ്വെറ്റ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ളവർ കാണും. ഡ്രംസിൽ അവർ റോളേഴ്സ് യൂസ് ചെയ്യുന്നവരായിരിക്കാം, പക്ഷേ അതുകൊണ്ട് ആകാത്തവരും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ആലം സ്റ്റോണ്. ഇത് നമ്മൾ കുളിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുക. ആ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അണ്ടർആംസ് റബ്ബ് ചെയ്യുക. നമ്മുടെ കഴുത്തിന് ചുറ്റും എവിടേക്കാണോ വിയർക്കുന്നത് അവിടെയൊക്കെ ഇത് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ ഇവിടെ റബ്ബ് ചെയ്യാം. നമ്മുടെ വിയർക്കുന്ന എവിടേക്കാണോ അവിടെയൊക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഫേസിൽ റബ്ബ് ചെയ്യാം നമുക്ക് കേട്ടോ. ഫേസ് നമുക്ക് എവിടേക്കാണുള്ള പിഗ്മെൻറ്റേഷൻ നമുക്ക് നല്ല രീതിയിൽ മാറ്റിത്തരും. നമ്മുടെ മുഖത്ത് വന്ന കുരുക്കൾ, പിമ്പിൾസിൻ്റെ പാട്, അതൊക്കെ നല്ല രീതിയിൽ മാറ്റിത്തരും ഇത് കേട്ടോ. അതുകൊണ്ട് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമുക്ക് ഫേസ് വാഷ്, നമ്മൾ രാവിലെ ഫേസ് വാഷൊക്കെ ചെയ്യുന്ന സമയത്താണേലും ഇത് ഒന്ന് ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഇട്ടൊന്ന് ഉരച്ചിട്ട് ജസ്റ്റ് കല്ലിലോ അല്ലെങ്കിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ പൊടിയായിട്ട് കിട്ടും. അത് ഫേസ് വാഷിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും അതിൻ്റെ കൂടെയും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന സാധനമാണിത് കേട്ടോ. ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതിനകത്തും ഇത് നിങ്ങൾക്ക് ഇതാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിപ്പോൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം നനച്ചിട്ട് അത് തേക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ, അതിന് പകരം റോസ് വാട്ടർ അങ്ങനെയും ഫേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതിനും പറ്റിയൊരു സാധനമാണിത്. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ നല്ല 2 ആഴ്ച യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞത് നിർത്തരുത്. നിങ്ങൾക്ക് 1 മാസമെങ്കിലും നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഉണ്ടാകുന്ന സ്വെറ്റിൽ നിന്നും സ്വെറ്റ് ഉണ്ടാകും, ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത്, വിയർക്കും നമ്മളെ. പക്ഷേ വിയർപ്പിൽ നിന്നുണ്ടാകുന്ന സ്മെല്ലിനെ ഇതിൽ നിന്നും 100% അകറ്റി മാറ്റും. ഇത് യൂസ് ചെയ്തവർക്കറിയാം, നല്ല ഉപകാരമാണ് നമുക്കിത്.
നല്ല രീതിയിൽ ഇത് വർക്കിംഗ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപകാരപ്പെടും. പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റും. പിന്നെ പൊള്ളി പാടുകളൊന്നും മാറ്റില്ല കേട്ടോ. പൊള്ളിയ ഇതുണ്ടോ, എനിക്ക് ഫേസിൽ പൊള്ളിയൊരു പാടുണ്ട് ഈ രണ്ട് സൈഡിലും. പക്ഷെ അത് മാറ്റില്ല, അത് മാറില്ല. അത് നമുക്ക് ഒരിക്കലും മാറാൻ പോകുന്നില്ല. എന്ത് തേച്ച് പറഞ്ഞാലും അത് മാറില്ല. ഇത് പൊള്ളിയ പാടുകളോ ഒന്നും മാറ്റില്ല. നമ്മുടെ മുഖത്ത് വരുന്ന കുരുക്കളും കൊണ്ടുണ്ടായ പാടുകൾ അത് മാറ്റാൻ പറ്റും. അത് മാറും, അത് സ്വാഭാവികമായിട്ടും മാറും. പക്ഷേ ഇതും കൊണ്ട് അത് മാറ്റാൻ പറ്റും. കുരുക്കൾ വന്ന പാടുകളായാലും പിമ്പിൾസ് വരാതിരിക്കാനും ഒക്കെ ഇത് ഒരുപാട് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കണം. അപ്പം ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ കാണും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ ഉണ്ടായത്. അപ്പം യൂസ് ചെയ്യാത്തവരൊന്ന് മസ്റ്റായിട്ട് മേടിച്ച് നോക്കുക. ആലം സ്റ്റോൺ എന്ന് പറയുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ അണ്ടർ ആംസ് വിയർത്ത് കഴിയുമ്പം സ്വെറ്റായി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ബാഡ് സ്മെല്ല് വരും. ചിലപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും ഡ്രസ്സിൽ. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് മസ്റ്റ് ഇതാണ് കേട്ടോ, യൂസിങ് ആണ്. ഇത് ചെയ്ത് നോക്കുക. ഇത് താഴെ വീണ പൊട്ടിപ്പോവും ഗൈസ്. അതുപോലത്തെ ഒരു കട്ടിയില്ലാത്ത സാധനമാണിത്. ഇത് നമുക്ക് ഇതിന് തുറന്നെടുത്താലും നമുക്ക് ഫേസ് വാഷായിട്ട് അതിലൂടെ മിക്സ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്നുള്ള കമൻസ് എനിക്ക് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്യാത്തവരാണ് യൂസ് ചെയ്ത് നോക്കുക. അപ്പം എനിക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തന്നത്. എനിക്കുണ്ടായ ഉപകാരം എന്തൊക്കെയാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പം ഇനിയും അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, ഇത് യൂസ് ചെയ്യുന്ന ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. എന്നെ സ്വെറ്റാവും, നല്ല രീതിയിൽ എന്നെ ഇവിടം തൊട്ട് താഴെ വരെയും ഒലിക്കും. നല്ല രീതിയിൽ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി മേടിച്ചത് തന്നെ. അപ്പം മുഖത്ത് നമുക്ക് നല്ല വ്യത്യാസം കാണും. നിങ്ങളുടെ ഡ്രസ്സിങ് നല്ല വ്യത്യാസം കാണും. അപ്പം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസിലൂടെ നിങ്ങളെന്നെ അറിയിക്കുക. അതില്ല, ഞാൻ ചുണ്ടി യൂസ് ചെയ്തു. എന്തോ ഒരു വല്ലാത്ത രുചി ടേസ്റ്റൊക്കെ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ചുണ്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ട് സക്സസ് ആയില്ല. പക്ഷെ ഫേസിലും അണ്ടർ ആംസിലും ഒക്കെ ഞാൻ യൂസ് ചെയ്തു. അവിടെയൊക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായത്. അപ്പം നിങ്ങളെല്ലാം മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരേക്കും എല്ലാവർക്കും ബൈ.